കടുത്ത ചൂടിൽ കരിഞ്ഞുണങ്ങി വയലേലകൾ. പ്രതീക്ഷയോടെ വിത്തെറിഞ്ഞ കർഷകരെ മഴയ്ക്കൊപ്പം സർക്കാരും ചതിച്ചതോടെ സബ്സിഡി പോലും കിട്ടാതെ ദുരിതത്തിലാണിവർ. കൊല്ലം ചാത്തിനാംകുളം ഏലായിൽ ഹെക്ടർ കണക്കിന് നിലത്തെ എള്ളും പയറും ഉഴുന്നുമെല്ലാം കരിഞ്ഞുണങ്ങി നശിച്ചിരിക്കുന്നു. ഇതുപാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഒരു നാടിനാകെ ഇരുന്നുണ്ണാൻ വേണ്ട വക നൽകി സമ്പൽ സമൃദ്ധി നിറയിച്ച ചാത്തിനാംകുളം പാടശേഖരത്തിന്റെ ഇന്നത്തെ കാഴ്ചയാണിത്. പെരിനാട് മുതൽ കണ്ടച്ചിറ വരെ നീണ്ടുകിടക്കുന്ന പാടത്ത് വിതച്ചതിൽ പാതി പോലും കൊയ്തെടുക്കാൻ ഇവിടുത്തെ പാവം കർഷകർക്കിന്ന് വിധിയില്ല. കടുത്ത ചൂടിൽ എള്ളത്രയും കരിഞ്ഞുണങ്ങി. ചൂട് താങ്ങാൻ കഴിയാതെ ചെറുപയറും ഉഴുന്നും വരൾച്ച മുരടിച്ചു നിൽക്കും. 2 വർഷം മുമ്പ് കൃഷി അത്രയും പ്രളയം കൊണ്ടുപോയതിന്റെ നഷ്ടത്തിൽ നിന്നും കരകയറുന്നതിനിടെയാണ് ഇപ്പോൾ ചൂടും ഇവർക്ക് വില്ലനായി മാറിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രസിഡന്റും കൃഷി ഓഫീസറും കൂടി ചേർന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം നിർബന്ധിച്ച് പാടശേഖര സമിതി ഉണ്ടാക്കി ജയിച്ചിട്ട് 5 പൈസ ഇതുവരെ കിട്ടിയില്ല. ഇനി ഈ രീതിയിലാണെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ സന്നദ്ധമല്ല, കൃഷി നിർത്താനുള്ള പരിപാടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പാടശേഖര സമിതിയുടെ ആകെ നഷ്ടം ലക്ഷങ്ങൾ വരും. നെല്ലിനും ഇടവിളയ്ക്കുമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡികൾ പോലും കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. നഷ്ടം സഹിച്ചിത്രയെല്ലാം ചെയ്തു. പക്ഷേ ഇന്ന് വരെ ഈ ഉപ്പുവെള്ളം കയറുന്നതിനോ ഈ തോട് മേളിൽ തോട് കൂട്ടി വെള്ളം കയറിയുന്ന ഈ കൃഷി നശിക്കുന്നതിനോ ഒരു നടപടിയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. കൃഷിഭവനിൽ പറഞ്ഞിട്ടുണ്ട്, ഏലാ വികസന സമിതി പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് മീറ്റിങ്ങിൽ പ്രസിഡന്റ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഏലായിലൂടെ കടന്നുപോകുന്ന തോട് തകർന്ന് തരിപ്പണമായിട്ട് നാളുകളേറെയായി. കായലിലെ ഉപ്പുവെള്ളം തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതും വിള നശിക്കാൻ കാരണമാകുന്നു. കനത്ത വേനലും ഉപ്പുവെള്ളത്തിന്റെ വരവും പനയം പാടശേഖരത്ത് വരുത്തിയ നഷ്ടങ്ങൾ ചെറുതല്ല. ഒപ്പം പ്രതീക്ഷിച്ചിരുന്ന സർക്കാരിൻ്റെ സബ്സിഡി കൂടി ലഭിക്കാതായതോടെ ഇവരുടെ ദുരിതം കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. പനയം പാടശേഖരത്തു നിന്നും പ്രതിവാളത്തുങ്ങളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.